എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അംബികാനന്ദൻ, തൃശ്ശൂർ. ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ഗോപുസ്വാമിയെക്കുറിച്ചും സമാധിയെക്കുറിച്ചുമാണ്. ഗോപുസ്വാമി ആരാണെന്ന് പോലും ഞാൻ അറിഞ്ഞത് ഈ വാർത്തയിൽ കൂടിയാണ്. എന്നാൽ പലവരും ഇന്നിപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് എത്ര വീക്ഷമായിട്ടാണ് ഓരോരുത്തരും വാർത്തകൾ കൊടുക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഞാനും ഒരു വീഡിയോ ചെയ്തു. അതിലെന്താ ഞാൻ പറഞ്ഞിട്ടുള്ളത്? വിവരക്കേട്, മക്കളുടെ വിവരക്കേട് ഞാൻ ചൂണ്ടിക്കാട്ടി, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു തരത്തിലൂടെ അവരെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ല. അവരിത് അച്ഛൻ അങ്ങനെ പിതാവിന് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അത് അവർ ലോകത്തെ അറിയിക്കേണ്ടതായിരുന്നു, അവർ നാട്ടുകാരെ അറിയിക്കേണ്ടതായിരുന്നു, വേണ്ടപ്പെട്ടവരെ അറിയിക്കേണ്ടതായിരുന്നു. അത് ചെയ്തില്ല. അതൊരു ബോധക്കുറവ്, അതേ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളൂ. പക്ഷേ ഓരോരുത്തരും എത്രമാത്രമാണ് അവരെ ആക്രമിച്ചിരിക്കുന്നത്, വാക്കുകൾ കൊണ്ട്, വീഡിയോകൾ കൊണ്ട്, വാർത്തയിൽ കൂടെ, അല്ലേ? ചിന്തിച്ചു നോക്കൂ. ഇന്ന് അവരാണ്, ഈ നാളെ നമ്മളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം ഞാൻ ഇത്രയൊക്കെ നന്നായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും നാളെ എൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ നിങ്ങൾ അറിയുന്ന സ്വാമിയായിരിക്കില്ല ഞാൻ. അത്തരം വിഷയങ്ങൾ ഓരോരുത്തരും ഉണ്ടാക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം നമ്മുടെ വീട്ടിലാരെങ്കിലും തെറ്റുകാരാണെങ്കിൽ അതുപോലും നമ്മളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ പ്രചരിപ്പിക്കും, അല്ലേ? ക്ഷേത്രത്തിൽ പോകാത്തവർ, സമാധി എന്താണെന്ന് പോലും അറിയാത്തവർ വരെ വീഡിയോ ചെയ്തിരിക്കുകയാണ്. ഇത്ര പോന്നവർ പോലെയുള്ള പിള്ളേർ വരെ വീഡിയോ ചെയ്തിരിക്കുകയാണ് ഗോപുസ്വാമിനെയും അവരുടെ കുടുംബത്തിനെയും കളിയാക്കി പരിഹസിച്ചുകൊണ്ട്. മനസ്സിലാവണ്ട? അതുകൊണ്ട് പഴുത്ത ഇല വിഴുന്നത് കണ്ടിട്ട് പച്ച ഇല നിന്ന് ചിരിക്കണ്ട. നാളെ നിൻ്റെ യോഗം അതാണെന്ന് നീ ചിന്തിക്കുക. മനസ്സിലാവണുണ്ടോ? അപ്പോൾ അവർ ഗോപുസ്വാമി എന്ന് പറയുന്ന വ്യക്തിക്ക് ചിലപ്പോൾ ഇങ്ങനെ സമാധി ആകണം എന്നായിരിക്കും അവ മക്കളോട് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ രഹസ്യമായി ചെയ്തതാണ് തെറ്റ്. ഇപ്പം സമാധി പൊളിച്ചു, അല്ലേ? അദ്ദേഹത്തിന് അങ്ങനെ ഒരു യോഗ ഉണ്ടെങ്കിൽ യോഗ ഇല്ലാതെയാക്കി. നമ്മളെപ്പോഴും നമ്മുടെ നാടിനെയും നാട്ടുകാരെയും അയലക്കാരെയും ഒന്നും വെറുപ്പിക്കരുത്. വെറുപ്പിച്ച് അവർ നമുക്ക് എട്ടിൻ്റെ പണി തരും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഇത് കുത്തിപ്പൊക്കിയതാരാണ്? തൊട്ട ഇലക്കത്തെ അവർക്ക് വഴി ചോദിച്ചു കൊടുത്തില്ല എന്ന പേരിൽ ഇത് അങ്ങോട്ട് കുത്തിപ്പൊക്കി ഇതുപോലെ ആക്കി തീർത്തു. അപ്പോൾ മക്കൾ വിശ്വാസമുള്ളത് കൊണ്ട് അച്ഛൻ പറഞ്ഞ പ്രകാരം സമാധി ചെയ്തു. അവിടെ ജീവുണ്ടോ ജീവില്ലേ? പിന്നീട് ഇപ്രകാരമൊക്കെ നിയമം, നമ്മുടെ ഇവിടെ നിയമമുണ്ട്, അത് ചിന്തിക്കാനുള്ള ബോധം വേണ്ടേ? അത് അവർക്ക് പറ്റിയ തെറ്റ്. ഇപ്പോൾ എന്തായി? ഗോപുസ്വാമി സമാധിയായി. ആ സമാധി തോണ്ടി പുറത്തെടുത്തു. ഇനി അദ്ദേഹത്തിന് സമാധിയാവാൻ പറ്റുമോ? ഇല്ല. ആ സമാധി അവിടെ നശിച്ചു പോകും. ഒരു വട്ടം സമാധിയായ ആളെ പിന്നെ ഇങ്ങനെ സമാധിയാക്കുക? അപ്പോൾ അത് ആ മക്കളുടെ ആ അമ്മയുടെയും മനസ്സ് നമ്മൾ പറയണം, അല്ലേ? ഇതൊക്കെ അവർ തോണ്ടിയെടുക്കുമ്പോൾ അവറ്റങ്ങൾ ഈ വീടിൻ്റെ അകത്ത് നീറുകയാണ് പാവങ്ങൾ, അല്ലേ? ഒക്കെ ഒരു വിശ്വാസത്തിന് മുകളിൽ ചെയ്തതാണ്, അല്ലേ? പിതാവ് പറഞ്ഞതിൻ്റെ പേരിൽ അവർ ചെയ്തതാണ്. അല്ലാണ്ട് കൊലപാതകമൊന്നല്ല അവർ ചെയ്തിരിക്കണം. അച്ഛൻ്റെ ആഗ്രഹം സമാധി ആകണം എന്നുള്ളതിൽ സമാധിയാക്കി, അല്ലേ? ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം കഴിയുമ്പോൾ ഇതിൽ പല കാര്യങ്ങളും വരും. ഇപ്പോൾ എല്ല് നുറുങ്ങിയിട്ടുണ്ടോ, കൈ നുറുങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ. ഒരാൾ മരിച്ചാൽ അദ്ദേഹത്തിന് സമാധി രീതിയിൽ ഇരുത്തണമെങ്കിൽ ചിലപ്പോൾ കൈയും കാലൊക്കെ ഒടിച്ചിരുത്തേണ്ടി വരും. അല്ലാണ്ടൊന്നും വളയില്ല. ജീവില്ലാത്ത ശരീരത്തിൻ്റെ കൈയും കാലൊന്നും വളയില്ല. അപ്പോൾ അതൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇനി അതിൻ്റെ മേളിലൊക്കെ കേസ് വരിക. മനസ്സിലാവുന്നുണ്ടോ? സമാധി എന്താണെന്ന് അറിയണം. സമാധി ചെയ്യുന്നിടത്ത് നമ്മൾ പോകണം, അത് മനസ്സിലാക്കണം. മനസ്സിലാവണ്ട? ഒരു വ്യക്തിനെ സമാധി ചെയ്യുമ്പോൾ ആ സമാധിയിൽ എന്തൊക്കെ നിക്ഷേപിക്കും?
ചാക്ക് കണക്കിന് ഭസ്മം വേണം, ചാക്ക് കണക്കിന് തുളസി ഇല, കൂവളത്തിൻ്റെ ഇല, ഇതൊക്കെ അങ്ങോട്ട് ഇങ്ങനെ ഇവിടം വരെ അങ്ങോട്ട് മൂടണം സമാധി. അതിന് അറിവുള്ള സമാധി ചെയ്ത അറിവുള്ളവർ നമ്മൾ അറിയിക്കണം, അവരെ വരുത്തണം. അല്ലാണ്ട് രഹസ്യമായി ക്രൂഢമായി ചെയ്യുന്ന ഒരു സംഭവമല്ല സമാധി. മനസ്സിലാവുന്നുണ്ടോ? ഒരു സ്വാമി ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം സമാധിയായി എന്ന് പറഞ്ഞ് പിന്നെ ചിലവർ പറയുന്നുണ്ട് ഈ പോസ്റ്റൊക്കെ എങ്ങനെ പെട്ടെന്ന് കിട്ടി. പോസ്റ്റൊക്കെ 5 മിനിറ്റിന് നേരിൽ കിട്ടും. എന്താ വിഷയമെന്ന് നമ്മൾ എഴുതി കൊടുത്തിട്ട് ഫോട്ടോ അടക്കം കൊടുത്താൽ 5 നിമിഷം നേരം പ്രസ്സിന്ന് അടിച്ച് നമുക്ക് ഇട്ട് തരും. അതൊന്നും അവർ കരുതി വെച്ചിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഒരു മനുഷ്യനെ കുത്തി നോവിക്കാൻ എല്ലാവർക്കും എളുപ്പമാണ് അല്ലേ? ഇനിയിപ്പോൾ ഇത് എവിടെ ചെന്ന് അവസാനിക്കും? ഇതിപ്പോൾ മക്കൾ ഇനിയിപ്പോൾ ഈ ശരീരത്തെ ഏറ്റുവാങ്ങിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ചിന്തിക്കണ്ടേ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ? ഈ മക്കളല്ലേ ഇതൊക്കെ വരുത്തി വെച്ചത്. ഈ മക്കൾക്ക് ബോധമുണ്ടെങ്കിൽ വേണ്ടപ്പെട്ടവരെ അറിയിക്കണ്ടേ? എൻ്റെ പിതാവ് സമാധിയായി, അദ്ദേഹത്തിന് ഇവിടെ സമാധി മണ്ഡപം ഒരുക്കിയിട്ടുണ്ട്, സമാധി ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ പിതാവിനെ സമാധി ചെയ്യണം എന്ന് പറഞ്ഞ് വേണ്ടപ്പെട്ടവരെ പറഞ്ഞ് ചെയ്തെങ്കിൽ അത് സമാധി അവിടെ നിലനിന്നേനെ. അപ്പോൾ വിധിച്ചതേ കിട്ടൂ, കൊതിച്ചത് കിട്ടില്ല എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് അല്ലേ? അപ്പോൾ ആകെ വിഷമകരമായ ഒരു കാര്യം തന്നെയാണ് ഈ നടന്നിരിക്കുന്നത്. നമ്മൾ നല്ലത് ചെയ്താലും പൊട്ട ചെയ്താലും ഒക്കെ ഇത് തന്നെ ഫലം. വാരിക്കോരി കൊടുക്കാൻ നമുക്കില്ലെങ്കിൽ വാരിക്കോരി കൊടുക്കുന്ന ഒരു പ്രസിദ്ധിയാണ്. ഒന്നുമില്ല, നല്ല മനസ്സുമായി നമ്മൾ നമ്മുടെ കുടുംബത്തിൽ ഒതുങ്ങി ജീവിക്കുകയാണെങ്കിൽ അയാൾ ആരുമായിട്ടൊരു ബന്ധമില്ല, അടുപ്പമില്ല. ജനത്തിന് എന്താ പറഞ്ഞുണ്ടാക്കാൻ പറ്റാത്തത്? അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴേക്കും കാള പെറ്റുവോ എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ ഓടിപ്പോയി കയറെടുക്കരുത്, കാള പെറുവോ എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുള്ള അവസ്ഥകളുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? നാളെ എനിക്കെന്തെങ്കിലും എൻ്റെ കുടുംബത്തിൽ എന്തെങ്കിലും സംഭവിച്ച് ഇതിലപ്പുറമായിരിക്കുമെന്ന് നല്ല ബോധമുള്ളത് കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇന്നിപ്പോൾ ഗോപുസ്വാമിയുടെ അവരുടെ കുടുംബത്തിലുണ്ടായ അനുഭവം നാളെ നിങ്ങൾക്കോ എനിക്കോ മറ്റൊരാൾക്കോ ഉണ്ടാകാവുന്നതാണ്. അതൊക്കെ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ വീഡിയോകൾ ചെയ്യുക, വാക്കുകൾ ഉപയോഗിക്കുക. ഇത്ര എനിക്കിതിൽ നിങ്ങളോട് പറയാനുള്ളൂ. അപ്പോൾ എൻ്റെ അഭിപ്രായം ഇത്രയേ ഉള്ളൂ. അപ്പോൾ മക്കളെല്ലാവരും ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം.